ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞത് ദൈവകൽപ്പനകളെക്കുറിച്ചായിരുന്നു. ഇങ്ങനെ കൽപ്പനകളുടെ ഒരു നിർവഹണം എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ നിന്നാണ്. ഇന്നിപ്പോൾ ഞാൻ ദൈവകൽപ്പനയല്ലോ എന്ന് പറയുന്നത് പുത്തമ്പുരക്കിലച്ഛൻ്റെ കുറച്ച് കൽപ്പനകളുണ്ട്. ശരിയല്ലേ? പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതിലൊരു 7 കാര്യങ്ങൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. വിവാഹ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഇണയും തുണയുമായിരിക്കണം. അതൊരു വലിയ പ്രധാനപ്പെട്ട പുസ്തകമാണ്, മനോരമ ഇറക്കിയ ആദ്യത്തെ പുസ്തകമാണ്. അതുപോലെ തന്നെ നമ്മൾ വൈദികനായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ തീർന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്കും പോകാം. അപ്പോൾ അച്ഛൻ ആദ്യം പറയുന്ന ഒരു കാര്യം, നമ്മൾ പരസ്പരം ജീവിതത്തിൽ അഭയമാകണം. അതാണ് ആദ്യത്തെ ഒരു നിയമം, ആദ്യത്തെ ഒരു കാര്യം. ഈ 7 എന്ന് പറയുന്നൊരു ബിബ്ലിക്കൽ സംഖ്യയാണ്. അത് കണക്കിലുള്ള ഒരു 6, 7 എന്നുള്ളതല്ല, ഒരു പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 7. അത് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ വേണം കാണാൻ. ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് വേണ്ടിയാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത്. സഭയിൽ 7 കൂദാശകൾ, ആത്മാവിന് 7 ഫലങ്ങൾ നമ്മളിത് പറയാറുണ്ട്. അതുപോലെ നമ്മൾ എടുക്കുമ്പം യേശുവിൻ്റെ 7 അധികാരങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. 7 അപ്പം ഒരു പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ് 7. അപ്പം അതുകൊണ്ടാണ് 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ചിന്ത വരിക. അത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ഒരു ധ്യാനഗുരുവായിരുന്നു, ഒരു കുര്യാക്കോസ് കണ്ണങ്കരയച്ചൻ. അച്ഛനാണ് ഈ രീതിയിൽ ചിന്ത വളർത്താൻ ഞങ്ങളെയൊക്കെ സഹായിച്ചതും പഠിപ്പിച്ചതും. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. പിന്നെ കാലം മാറും നമ്മുടേതായിട്ട് കോർത്തിണങ്ങി വരുന്ന വ്യത്യാസങ്ങളോട് നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തെല്ലാമാണ് ചോദിച്ചാൽ, ഒന്നാമത്തേതാണ് ഇപ്പം ചോദിച്ചത്, ജീവിതത്തിൽ അഭയമായിരിക്കണം, ആലംബമായിരിക്കണം എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് ചാരി നിൽക്കാൻ ഒരു ചുമരുണ്ട് എന്നതാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് മടുക്കുന്ന തലചായ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് വിവാഹത്തിൻ്റെ വിജയം എന്ന് പറയുക. അതാണ് ജീവിതത്തിൻ്റെ അഭയം, ആലംബം എന്നൊക്കെ പറയുന്നത്. തളർന്ന് മടുത്ത് ജോലി കഴിഞ്ഞ് വരുമ്പം ചിരിക്കാനൊരു മുഖമില്ലെങ്കിൽ, മനസ്സിലാക്കാത്ത ഒരു ഭർത്താവാണ് ഭാര്യയാണെങ്കിൽ, അവിടെ ആരംഭിക്കും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും. പലപ്പോഴും എന്തെല്ലാം ഇല്ലെങ്കിലും പഞ്ഞമാണേലും സ്നേഹത്തോടെ തലചാരാൻ്റെ മാർഗമുണ്ടെങ്കിൽ, ഒരു നെഞ്ചുണ്ടെങ്കിൽ, ബാക്കിയെല്ലാം പോട്ടെ നോക്കും. അതാണ് ദാമ്പത്യത്തിലെ ഒരു വലിയൊരു രഹസ്യം എന്ന് പറയുന്നത്. ഇപ്പം അടുത്തിരുന്ന് മിണ്ടാൻ സമയം, ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് കേൾക്കാൻ സമയം, അതേസമയത്ത് തന്നെ എന്നെയൊന്ന് ഓമനിക്കാൻ സമയം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്, ഇതെല്ലാം മനുഷ്യനാവശ്യമാണ്. നമ്മളാരും റോബോട്ടുകളല്ല, മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് സ്നേഹം, ലാളന, പ്രോത്സാഹനം, ഒരു ഇൻട്രസ്റ്റ്, കേൾക്കാനുള്ള മനസ്സ്, ഇതൊക്കെ നമുക്ക് വേണം. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ ആലംബം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭയമായിട്ട് ഭർത്താവ് മാറുക, ഭാര്യ മാറുക. അപ്പം അങ്ങനെയുള്ള ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് അകന്നിരുന്നാൽ എത്രയും പെട്ടെന്ന് അവൻ വരണമെന്ന് ഭാര്യ ആഗ്രഹിക്കും, ഭാര്യ എത്രയും പെട്ടെന്ന് വരണമെന്ന് അവനും ആഗ്രഹിക്കും. അതില്ലല്ലോ, ഒരു ബസ്സേ കയറിയാൽ വളയുന്ന വഴിയൊക്കെ പോയി മണിക്കൂർ കഴിഞ്ഞ് ചെല്ലുന്ന വണ്ടിയിലേ കയറുള്ളൂ. എന്തിനാണ് വേഗത്തിൽ ചെല്ലുന്നത്? ഭർത്താവാണല്ലോ കുടിച്ച് പൂസായിട്ട് ഒരുപാട് ലേറ്റായിട്ട് വരുള്ളൂ. ആരെ കാണാനാ? കാത്തു നിൽക്കുന്ന സ്നേഹമുണ്ടോ? തിരിച്ചു വരും. ധൂർത്തപത്രം വരാൻ കാരണം കാത്തു നിൽക്കുന്ന ഒരപ്പൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ്. ഇപ്പോൾ കുടുംബത്തിൽ അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു സ്നേഹം ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട. അവിടെയാണ് ജീവിതത്തിൻ്റെ ആലംബം നമുക്ക് തോന്നുക. എൻ്റെ ഉറപ്പാണ്, എൻ്റെ ബലമാണ് എന്നൊരു ചിന്ത. അതുകൊണ്ടാണ് ഭാര്യ പുറത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഭർത്താവ് ഇങ്ങനെ വാതൊക്കെ നോക്കി നിൽക്കുന്ന പോലെ ഭാര്യയ്ക്ക് തോന്നണം. അങ്ങനെ തോന്നിയാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പല ബാണങ്ങളും നീ വന്നായിരുന്നു ഇവിടെ, എപ്പോഴാണ് വന്ന് കരുത്, കണ്ടില്ലല്ലോ, വൈകിട്ടായിരിക്കും പറയുന്നത്. അവിടെ ബലം പോയി. അല്ലെ ഭർത്താവ് ഇവിടെ പോയി തിരിച്ചു വരുന്നു, വരുമ്പോഴത്തേക്ക് ഭാര്യ ചേട്ടൻ പോയപ്പോൾ മുതൽ എപ്പോഴാണ് വരുന്നതെന്ന് ഓർത്തുകൊണ്ടിരിക്കാൻ, ഇപ്പോഴേലും വന്നല്ലോ, മഹാഭാഗ്യം എന്ന് പറയുമ്പോഴാണ് ഈ അഭയമായിട്ട് മാറുക. കൊച്ചു വാക്കാണ് ഈ വാക്കുകളുടെ അഭയം. ചിലർ പറയും, എൻ്റെ ഏടി നീ ഇല്ലാഞ്ഞ സമയം ഞാൻ മടുത്തു പോയി, വീട് സിമിത്തേരി പോലെ ആയിപ്പോയി, പക്ഷെ നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതിയിൽ പറയുന്ന ആണുങ്ങളുമുണ്ട്.
അപ്പം അവിടെ അഭയമല്ല, അവിടെ അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുക. അപ്പം കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ഓർക്കണം, എൻ്റെ സംസാരമോ പെരുമാറ്റമോ പ്രവൃത്തിയോ വഴി മുറിവാണോ അതോ ആനന്ദമാണോ സന്തോഷമാണോ എൻ്റെ പങ്കാളിക്ക് കൊടുക്കുന്നത്. ഇപ്പം ഭാര്യയ്ക്ക് തലവേദനവും ഭർത്താവ് അവധി എടുത്തിരിക്കുക, എന്നിട്ട് പറയുകയാണ് അപ്പോൾ എൻ്റെ മുന്നു മനുഷ്യ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തതിന് അവധി എടുക്കുന്നത്, അപ്പോൾ അവനോട് ഇതിനേക്കാൾ ആവശ്യം എന്നായിരിക്കുന്നു, എൻ്റെ അവധി ഇതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോഴാണ് ഒരു അഭയം പോലെ തോന്നുക. അതുപോലെയാണ് ഭാര്യയ്ക്കും തോന്നുക. തിരിച്ചും ഭർത്താവിന് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആ തോന്നലുണ്ടാകും. അതേ സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് നിന്നോട് ഭാര്യ പറയുക, ചേട്ടൻ എൻ്റെ ആപത്തിലഭയം ആപത്തിലഭയം ആപത്തിലഭയം. ലുത്തിനിയ പോലെ പറയേണ്ട കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവൃത്തിയെ കാണിക്കണം. വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തി തരത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉണർവാകും, ഉന്മേഷമാകും, ജീവിതത്തിനൊരു ആനന്ദമാകും. ഞാനിങ്ങനെ പറഞ്ഞപ്പം നമുക്കിങ്ങനെ പലരെയും അച്ഛൻ എന്ത് പറയുമ്പോഴും ഞാനിങ്ങനെ പലരുടെയും മുഖങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ കൂടെ പോകാറുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, പിന്നെ ഈ ഒത്തിരി ഓമനിച്ചു ലാളിച്ചു ഇറക്കി, ഇതൊക്കെ ചുമ്മാ പ്രഹസനം, ചുമ്മാ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കാര്യം മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ പറഞ്ഞത് തലവേദന എടുക്കുന്നു, അവധിയല്ല, ഒരു ഗുളികയും കൊടുത്താൽ പോരെ, തീർന്നില്ലേ, പിന്നെ അവർ റെസ്റ്റ് എടുത്താൽ പോരെ, പിന്നെ എന്തിനാണ്? അങ്ങനത്തെ മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഒരുപാട് പേര്. അപ്പോൾ അത് ശരിക്കും ശരിയാണോ? അതോ അത് ശരിയല്ല. കാരണം നമ്മൾ യന്ത്രമല്ല, മനുഷ്യനായതുകൊണ്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടവരാണ്. എന്തിനാണ് കൈ കൂപ്പുന്നത്? ഒരു വികാരം. ക്ഷയിക്കാൻ്റെ ഒരു വികാരം, ഒരു ചുംബനം ഒരു വികാരം, തോളെ തട്ടുന്ന വികാരം, അത് പ്രകടിപ്പിക്കണം. അത് സ്വാഭാവികമായിട്ട് മെഷീന് പറ്റിയല്ല, ഹൃദയമുള്ള മനുഷ്യന് മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒതുക്കേണ്ടതല്ലല്ലോ, അത് നമ്മൾ കാണിക്കേണ്ടതാണ്. അല്ല പിന്നെ ആർക്ക് വേണ്ടിയാണ്? മരിക്കുമ്പോൾ കല്ലറ കൊണ്ടുപോകാനല്ലല്ലോ ഈ വികാരമൊന്നും. നമ്മൾ അടുത്ത് നിന്ന് പ്രകടിപ്പിച്ച് അവരന് ആനന്ദം പകരാൻ വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അത് പ്രകടിപ്പിക്കാം. കുടുംബത്തിൽ ആ രീതി പ്രകടിപ്പിക്കണം. അത് കുഞ്ഞുങ്ങളോടാകാം, പാർട്ട്ണറോടാകാം, എവിടെയാണെങ്കിലും ഉള്ളിലെ വികാരം പുറത്തോട് സ്നേഹത്തോടെ നമ്മൾ പ്രകടിപ്പിക്കാം. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതായത് ഭയങ്കര എക്സ്പ്രസീവായ ഭാര്യ ആയിരുന്നു കാണും, ഭർത്താവ് ഒരിക്കലും എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ട് അവസാനം അവരും ഒരു എക്സ്പ്രസീവ് അല്ലാതായി ഉള്ളത് കൊണ്ടൊക്കെ എന്തായാലും ഇങ്ങോട്ടൊരു കെട്ടിപ്പിടുത്തോ ഒരു ചുംബനമോ കിട്ടില്ല, ഉള്ളതാട്ടോ, ഒന്നും പ്രതീക്ഷിക്കണ്ട, ആയാം ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നവരെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ ചില നേരെ തിരിഞ്ഞു വന്നവരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എക്സ്പ്രസ് ചെയ്യണം അല്ലേ? ചെയ്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ആനുപാതികമല്ലാതെ നമ്മൾ അസ്വസ്ഥരാകും. ഇതുണ്ടെന്ന് വരിയിൽ വലിയ വമ്പം കാര്യം വന്നാലും പോട്ടെ എന്നും പറഞ്ഞ് കൂളാവണം. അങ്ങനെ ഇല്ലെന്ന് വരിയിൽ ഒരു ചെറിയ ഉറുമ്പ് കടിച്ചാലും ഒരു ആറ്റം ബോംബ് വീണ പോലെ പ്രതീകമാകും. ചില ചോദിക്കല്ലേ, എന്തിനാണ് ഇത്രയും കുഞ്ഞു കാര്യത്തിന് നീ അരിശപ്പെടുന്നത്? എന്നാണ് ഇതുപോലെ കൊച്ചു കാര്യത്തിന് ചൂടാകുന്നത്? കൊച്ചു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ജില്ലാ സമ്മേളനം ഉള്ളിൽ കിടപ്പുണ്ട്. ഒരെണ്ണം വരുമ്പോൾ അങ്ങോട്ട് കുടഞ്ഞിരുന്നു, പ്രൊപ്പറേഷൻ അല്ലാതെ കുടഞ്ഞിരുന്നതാണ്. അത് ഇതിൻ്റെ കാരണം കൊണ്ടാണ്. എനിക്കൊരു അഭയമായിട്ട് ഒരു പങ്കാളി എൻ്റെ കൂടെ ഇല്ല, നെല്ല് പോലെ നിൽക്കുന്നില്ല, ആ തോന്നൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രകടനങ്ങളുണ്ടാകുന്നതും പിന്നെ മറ്റു പല ചിന്തകളിലേക്ക് തിരിയാനും വഴി തെറ്റാനും ട്രാക്ക് വിടാനൊക്കെയുള്ള ഒരവസ്ഥയായിട്ട് മാറുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. മറ്റു പലരും അഭയവും ആശ്വാസവും ഒക്കെ ആകുമ്പോൾ പിന്നെ ആ വഴിക്കൊക്കെ പോകുമല്ലോ. വേറെ ചിലരുണ്ട് ആപത്തിൽ ആശ്രയമാകാൻ, അത് മതി. അപ്പം എന്നാ ടെൻഷൻ വീട്ടിൽ ദാമ്പത്യത്തിലുണ്ടായാലും അവളോട് വിളിച്ച് പറയും. എന്തെങ്കിലും ടെൻഷൻ കുടുംബത്തിൽ വന്നോ കൂട്ടുകാരനോട് പറയും. ആരും ഇത് പറയണമെന്ന് ഓർത്തൊന്നുമല്ല, പക്ഷെ അങ്ങനെ എത്തിക്കും. അങ്ങനെയാണ് ശരിക്കും നമ്മളൊരു ഇതിലേക്ക് പെട്ടുപോകുന്നത്. എല്ലാവരും മനഃപൂർവ്വം മോശക്കാരായിട്ടല്ല. അതേ നമ്മൾ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഈ മനഃപൂർവ്വം ബിൽഡപ്പ് ചെയ്യണം ഈ ഒരു അവബോധമേ. ഇപ്പം എനിക്ക് എൻ്റെ ബലമായിട്ട് ഇവളുണ്ട്, ആ രീതി വേണം പെരുമാറാൻ. എനിക്ക് ബലമായി ഇവനുണ്ട്, ആ രീതി വേണം പെരുമാറാൻ. അല്ലാണ്ട് ആർക്കാണ്ടിന് വേണ്ടി നോക്കാനിപ്പോൾ വേഗം എടുക്കുന്നു, വേണേ കഴിച്ചിട്ടു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോധ്യമില്ലാതെ. സത്യം പറഞ്ഞാൽ ഈ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ആരെയും കുറ്റം പറയാൻ പറ്റാതെ വരും അല്ലേ? മറ്റൊരാളോട് ഇപ്പോൾ ഒരു അല്ലേ പറഞ്ഞല്ലോ, മറ്റു പലരുടെ അടുത്ത് അഭയം തേടി പോകുന്നത് വീട്ടിലിരിക്കുന്നവർ അഭയം കൊടുക്കാത്തത് കൊണ്ടാണല്ലോ. കൊടുക്കാത്തതുകൊണ്ട് പിന്നെ ഈ വളർന്നു വന്ന കാലഘട്ടത്തിലും ചിലപ്പോൾ അയഞ്ഞ ജീവിതങ്ങൾ ജീവിച്ചവരുണ്ട്, വളരെ ലൂസായിട്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ എനിക്ക് വന്നു പോയാൽ പിന്നെ വലിയ അപകടമാണ് ട്രാക്കിലേക്ക് വരാൻ. ആണുങ്ങളെക്കാൾ പ്രയാസമാണ് തകർച്ച വന്ന പെൺപിള്ളേരെ നേടാൻ. അതുകൊണ്ട് പറയാം എപ്പോഴും പെൺകുട്ടികൾ വളരെ കൂടുതൽ ശ്രദ്ധിച്ചോണം,
സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നത്. അവർ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണല്ലോ. ഒരു സ്നേഹം അവരിലാണല്ലോ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ അല്ല കുഞ്ഞുങ്ങളാണെങ്കിലും അമ്മയോട് എടുക്കാൻ കാരണം രണ്ടുപേരും ഒപ്പമാണെങ്കിലും സ്നേഹം അവിടെ ഉള്ളൂ. സ്ത്രീകൾക്ക് വികാരമാണല്ലോ കൂടുതൽ. അതാണ് കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നത്. അത് തന്നെയാണ്. ഒരാൾ വികാരവും വരും, മറ്റേ ആളിങ്ങനെ വിവേകം, ഇങ്ങനെ കാൽക്കുലേറ്റഡ് ആവും. അത് വേണോ ഇത് വേണോ. ഒരു കാൽക്കുലേറ്റഡ് ലവ് സ്നേഹമല്ല. സ്പോണ്ടേനിറ്റി ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ. മറ്റേതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആവും. അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒരെണ്ണം തന്നെ പറഞ്ഞ് തീരുന്നില്ല അല്ലേ? അതായത് ജീവിതത്തിൽ ഒരു ആധാരശിലയാവണം. ഇതാണ് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം അതൊരു നല്ല ഒരു സെൻറ്റൻസ് ആണ്. അപ്പം അതെങ്ങനെയാണ് ശരിക്കും? ആധാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഉറപ്പെന്നാണ്. ഉറപ്പ്. വീടിന് ആധാരം, സ്ഥലത്തിന് ആധാരം. ആധാരം ഉണ്ടെങ്കിൽ നമുക്ക് പണിയാൻ പറ്റുള്ളൂ എന്തെങ്കിലുമേ. അപ്പം ഏറ്റവും വലിയ ഉറപ്പ് ഒരു പുരുഷന് അവൻ്റെ പെണ്ണായിരിക്കണം, പെണ്ണിന് അവളുടെ പുരുഷനായിരിക്കണം. നല്ല ഉറപ്പ് എന്നുവെച്ചാൽ എനിക്ക് ഉറപ്പാ എന്നെ വിളിയല്ല, എനിക്ക് ഉറപ്പാ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാവൽക്കാരനാണ്, എനിക്ക് ഉറപ്പാ എൻ്റെ മക്കളുടെ അമ്മയാണ്, അതിനപ്പുറത്ത് നമുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ച ഫോൺ വിളികളില്ല, ഒളിച്ച വാട്സപ്പ് മെസ്സേജ് ഇല്ല, ഒളിച്ച സൗഹൃദങ്ങളോ സന്ദർശനങ്ങളോ ഇല്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ വാ നേരെ പോവും. അപ്പം അതാണ് ജീവിതത്തിൻ്റെ ആധാരം, ഉറപ്പെന്ന് പറയുക. അതല്ലെങ്കിലോ ഈ ഉറപ്പില്ലാതാക്കുന്ന എന്താ? സംശയം. സംശയം വരുമ്പോഴത്തേക്കും ഉറപ്പ് പോയി. ഭാര്യ ഒരുത്തൻ നോക്കി ചിരിച്ചാൽ തോന്നും കക്ഷി അവൻ്റെ കൂടാണ്, ഇവൻ ചിരിച്ചാൽ തോന്നും അവസരം കഴിയുമ്പോൾ കൊടുത്ത് പോവും. ആ ഇളകുന്ന ചിന്തകൾ വരും ഉറപ്പില്ല വന്നു കഴിഞ്ഞാൽ. എന്തു വരും ചുമ്മാ ഇളക്കും. പറയുന്ന ഭർത്താവ് പറയാണ്, എൻ്റെ ഏടി അയലോകത്തെ അമ്മണിയുടെ സാരി എന്നാ നല്ല സാരിയാണ്. അവിടെ ഇവ കിട്ടുന്ന ചിന്ത എന്താ? അമ്പട നല്ല സാരി ഇരിക്കുന്ന അമ്മണി എത്ര മിടിക്കുകയെന്നാണ്. അതാണ് ഉറപ്പില്ലായ്മ വരുമ്പോഴത്തേക്ക് സ്വന്തമായ ഇൻ്റർപ്രിട്ടേഷൻ വരും. ഉറപ്പുണ്ടോ? സ്വന്തം ഇൻ്റർപ്രിട്ടേഷൻ ഒന്നുമില്ല, കോമൺ ആയിട്ട് അങ്ങ് പോകും. അപ്പം അത് ഈ ഉറപ്പ് കൊടുക്കണം ഭാര്യയ്ക്ക് ഭർത്താവ് ഇല്ല, നമ്മൾ ഭാര്യ ഭർത്താവിനും കൊടുക്കണം. അപ്പം ആ രീതി വേണം പെരുമാറാനായിട്ട്. അതുകൊണ്ടാണ് പറയുക, ഒരിക്കലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് വേറൊരു സ്ത്രീയെ പുകഴ്ത്തി പറയാൻ. അത് സൗന്ദര്യമാകാം, ടാലൻ്റാകാം, എന്തുമാകട്ടെ അത് പറയാൻ. ഒയ്യോ അവളുടെ വീടും വെച്ച് എന്ത് വൃത്തിയാണ്, അവളെന്ത് നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, എത്ര ഭംഗിയായിട്ട് അവൾ അത് പറയുന്ന ഓരോന്ന് ഇവകൾ കൊത്തുന്നതിന് തുല്യമാണ്. അല്ലെ ഭാര്യ തന്നെ പറയാ, അയലോക്കത്തെ അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഓരോ പണിയും ചെയ്യുന്നുണ്ട്, അയലോക്കത്തെ അതിയാൻ എല്ലാം കൃത്യമായി ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി, ഇതിയാനൊന്നിനും കൊള്ളുക എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് മെസ്സേജ് പോകുന്നത്. അപ്പം അന്നേരം ഉറപ്പ് പോയി. അങ്ങനെ ഉറപ്പില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവന് തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും തിരിയാനും ഒക്കെ ആയിട്ട്. ആണുങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കുഴപ്പമുണ്ട്. ഈ മനഃശാസ്ത്രത്തിൽ പറയുന്നത് ആണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 7-ാം വർഷം ചുമ്മാ വേറെ പെണ്ണുങ്ങൾ നടന്നു വന്ന് പുറകിൽ നിന്ന് നോക്കുന്നതാണ്. വെറുതെ മോശമായിട്ടൊന്നുമില്ല, അവനങ്ങ് ഫീൽ ചെയ്യുക, നോക്കിയേക്കാവുന്നു. അപ്പം അതിന് ആധുനിക മനഃശാസ്ത്രം വിളിക്കുന്ന വാക്ക് ആണുങ്ങളുടെ 7-ാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ്. പെണ്ണുങ്ങൾക്ക് അത്രയില്ല. പെണ്ണുങ്ങൾക്ക് അത് ഇമോഷണൽ ആണെങ്കിൽ അവർ ചില കാര്യങ്ങളിൽ ഒരു ഇമോഷണൽ മച്യൂരിറ്റി കാണിക്കും ചില മേഖലകളിൽ. കാരണം അവർക്കറിയാം ഞാൻ അങ്ങനെ നോക്കി ചിലപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല, അങ്ങനെ ആത്മീയമായിട്ട് ചിന്തിക്കും. മാത്രമല്ല 7-ാം വർഷമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പം നമുക്ക് അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കാൻ നേരം ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ആത്മീയ തലമുണ്ട്. ആണുങ്ങൾക്ക് അതല്ല, അവർക്കൊരു ഫിസിയോളജിക്കൽ സെക്കുലർ സെൻസിൽ അങ്ങ് ചിന്തിച്ചു പോകും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതോടെ അങ്ങ് ഒലയും. കാറ്റത്തെ കിളിക്കൂടെന്ന് പറയുന്ന സിനിമയുടെ ഭരത്ഗോപിയുടെ, അതുപോലെ നമ്മുടെ വീട് ഒരു കിളിക്കൂട് പോലെ കാറ്റത്ത് ഒലയും ആടും. പിന്നെ തോന്നിയതൊക്കെ അങ്ങ് ചുമ്മാ അങ്ങ് ഭാവനയിൽ അങ്ങ് പ്രവർത്തിക്കുക. ഭാവനയിൽ പറഞ്ഞേക്കുവാണ് താൻ അവരല്ലേ ഇവിടെയല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ. യാഥാർത്ഥ്യമല്ല. എനിക്കറിയാം നിനക്ക് അവനോട് അടുപ്പുക, എന്നോടല്ലേ നിനക്ക് കിട്ടിയവനോടല്ലേ ഇല്ലാത്തത്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും. അങ്ങനെ പറഞ്ഞു വരുമ്പം നമ്മുടെ ഗ്രൗണ്ട് പോയി. ചുമ്മാ കാറ്റത്തെ കിളിക്കൂട് പോലെ നമ്മൾ ചുമ്മാ അങ്ങ് ഒലയുക, ഒരു ആട്ടം വരും. അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണോ ഉറക്കേണ്ടത് അവിടെ ഉറപ്പില്ലാതെ വരും. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്ന രീതി ശ്രദ്ധിക്കുക. കല്യാണം കഴിയുന്ന നിമിഷം മുതൽ ഓരോ നിമിഷവും, പ്രത്യേകിച്ച് ആദ്യത്തെ
ഒരു 5-6 വർഷങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം. കാരണം അവിടെ ക്ഷതം വന്നോ പിന്നെ ഭാവി കാലം മുഴുവൻ അത് ക്ഷതമായിട്ട് മാറും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രദ്ധ ജീവിതത്തിൽ നിന്ന് നമ്മൾ കരുതി വെച്ചിരിക്കുക. അപ്പം നമ്മൾ വെറുതെ ഓർത്താൽ മതി, ഞാൻ പറയുന്ന വാക്ക് ഭർത്താവിനെ ബലപ്പെടുത്തുന്നതാണോ അതോ കളിയാക്കുന്നതാണോ? ഞാൻ പറയുന്ന കമൻറ്റ് ഭാര്യയെ ബലപ്പെടുത്തുന്നതാണോ അതോ കളിയാക്കുന്നതാണോ? അല്പം കൂടി എൻ്റെ പാർട്ട്ണറെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കാണ് അത് നിരുത്സാഹപ്പെടുന്ന വാക്കാണ്? നിരുത്സാഹമാണെങ്കിൽ ഉറപ്പ് പോയി, പ്രോത്സാഹനമാണോ നല്ല ഉറപ്പുണ്ടായി. അപ്പം ആ ഒരു ഉറപ്പ്, നമ്മളൊരു കുറിപ്പിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞ് കളിയാക്കി പറയും. ചില ഉറപ്പുകൾ അങ്ങനെയാണ്. പള്ളിയിലെ വാഗ്ദാനം ഒരു ഉറപ്പല്ലേ കൊടുക്കുന്നത്, ഇന്ന് മുതൽ മരണം വരെ, സന്തോഷത്തിൽ ദുഃഖത്തിൽ, അത് മനസ്സിൻ്റെ കാര്യം, ആരോഗ്യത്തിൽ അനാരോഗ്യത്തിൽ, അത് ശരീരത്തിൻ്റെ കാര്യം, ഏകമനസ്സോടെ, അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകണം. അവിടെയാണ് ഒരു ഉറപ്പും ഒരു ബലവും കൊടുക്കാൻ പറ്റുക. അപ്പോഴാണ് ഞങ്ങൾ ആധാരമാകുന്നത് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോഴൊക്കെ ചില സ്ത്രീകളുടെ ചില അവസാനം ഒരു പാഴ്വാക്കുകൊണ്ട് തകർന്നു പോകാൻ കുടുംബമേ. ഒരു കേസൊക്കെ തീർത്ത് വന്നിപ്പോൾ അവസാനം വീണ്ടും പഴയത് കുത്തിയിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും തീർന്നു. അതുപോലെ ആണുങ്ങളും എന്നൊക്കെ പറഞ്ഞാലും ഒന്നും കേൾക്കാതെ പഴയ സ്വഭാവത്തിലേക്ക് മാറിക്കഴിയുമ്പം തീരും. അപ്പം അത് എൻ്റെ വീടാണ്, കുടുംബം തകർന്നാൽ ലോകം തകർന്നു, ലോകം തകർന്നാൽ എല്ലാം തീർന്നു. അപ്പം തകരാതിരിക്കാൻ എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്തോളാം. ആ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം. അപ്പം ഈവൻ അമ്മമാർ പെമ്മക്കളെയൊക്കെ അത് പഠിപ്പിക്കണം. മകൾ ഇങ്ങനെയൊരു അബദ്ധമൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചോണം. ഓരോ രീതിയില്ലേ, അപ്പം അമ്മമാർ ഓരോ രീതിയിലല്ലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒരമ്മ മോളോട് കന്യാത്വത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, കന്യാത്വം സൂക്ഷിക്കുകയാണ്. റോഡ് സൈഡിലാണ് വീട്. അപ്പോഴാണ് ഒരു കോഴിപ്പൂവൻ ഒരു പിടക്കോഴിയെ ചവിട്ടാൻ വേണ്ടി ഓടിക്കുന്നത്. ഓടിയ പിടക്കോഴി റോഡ് കിടന്നപ്പം വണ്ടി കയറി അത് ചത്തുപോയി. ഉടനെ ഒരു മോളെ, ഇതാണ് ചാരിത്രശുദ്ധി, സ്വന്തം ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ ജീവൻ വരെ ബലിയർപ്പിച്ച ഒരു കോഴിപ്പട. ഇങ്ങനെയായിരുന്നു മര്യാദത്തിൽ. അതുപോലെ നന്മയുടെ പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ആമക്കളോടും പറയണം, പെമ്മക്കളോടും പറയണം. പിന്നീട് എന്നുവെച്ചാൽ അവർ പറയാൻ പഠിക്കണം. ഒരു കാര്യം കൂടി പേരൻസ് ശ്രദ്ധിക്കണം. നമ്മൾ പറയുമല്ലോ, അയൽവക്കത്തെ അവളെ നോക്കിപ്പടി, അവരെ നോക്കിപ്പടി, എന്നാൽ അന്തസ്സോടെ പറയാൻ പറ്റേ എന്നെ നോക്കിപ്പടി. അങ്ങനെ പറയുന്നൊരു അപ്പനാണെങ്കിൽ ഉറപ്പാണ്, അങ്ങനെ ഒരു അമ്മയാണോ ഉറപ്പാണ്. ആ ഉറപ്പില്ലാവുന്നു കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോൾ ഒന്ന് ജീവിതത്തിൻ്റെ നമ്മളിങ്ങനെ ഒരു ആലംബമായി അഭയമായിരിക്കണം. 2 ഉറപ്പായിരിക്കണം. ഒരിക്കലും ഉറപ്പ് ഇളക്കുന്ന ഒന്നായിട്ട് ദാമ്പത്യത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ ഇനി 3ഉം 4ഉം ഏതാണ്ട് പുസ്തകമാണ് നമ്മുടെ പഴയ. നല്ലൊരു ഇണയായിരിക്കണം, നല്ലൊരു തുണയായിരിക്കണം എന്നുള്ളതാണ്. അപ്പം എനിക്കൊന്ന് ആദ്യത്തിലേക്ക് നല്ലൊരു ഇണയായിരിക്കണം. ഇണ എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പം ഇണയുടെ പ്രത്യേകത, ദൈവം ചേർന്ന ഇണയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. ചേർന്ന ഇണ. ഉദാഹരണം, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച ഓരോന്നിനെയും കൊണ്ടുവന്ന് നിർത്തി ചേരുമെന്നറിയാൻ ആദത്തിന്. പക്ഷേ ഒന്നും ചേർന്നില്ല. എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടുവന്നു. പുറകിൽ ആപം, മുമ്പിൽ എരുമ, ഒട്ടും ചേരിയാൻ. ഒരു വശത്ത് ആദം, മറുവശത്ത് പിടിയാൻ, ശകലം പോലും ചേരിയല്ല. ഒരു സൈഡിൽ ആദം, മറുവശത്ത് കാസർഗോഡ് കുള്ളൻ പശു, ഒട്ടും ചേരിയല്ല. തമ്പുരാന് പിടികിട്ടി ഈ തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയല്ല, തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. അങ്ങനെയാണ് സൃഷ്ടിച്ചു കൊടുത്തത്. അവളെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, അവൻ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. അപ്പം ചേർന്ന ഇണ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 3 വിധത്തിലുള്ള ചേർച്ച ദാമ്പത്യത്തിൽ വേണം. 1, ശരീരത്തിൽ ഒരു ചേർച്ച വേണം. ചുമ്മാ അടയ്ക്കാമരവും അടയ്ക്കായും പോലെ പൊക്ക വ്യത്യാസം ഉണ്ടായത്. ശരീരത്തിലൊരു ചേർച്ച. അപ്പം കണ്ടാൽ പറയണം, ആങ്ങളവങ്ങന്മാരെ പോലെ ഇരിക്കുന്നല്ലോ, ചെല്ലക്കുറിച്ച് പറയും. ഇപ്പം എല്ലാം തികഞ്ഞെന്നർത്ഥം, എന്നാലും ഒരു പൊരുത്തമുണ്ട്. 2, മാനസികമായൊരു ചേർച്ച വേണം. ഞാൻ സിറ്റിയിലെ പുരുഷൻ, എൻ്റെ പെണ്ണ് ഗ്രാമത്തിലെ പെണ്ണ്. അവൾ വരുന്നത് ഗ്രാമീണ നൈർമല്യ നിഷ്കളങ്ക സംസ്കാരമായിട്ടാണ്, ഞാൻ നഗരത്തിൻ്റെ നാട്യങ്ങളുമായിട്ടാണ് കടന്നു വരിക. അപ്പം 2 പേരും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടാകണമെന്നില്ല. 2 ദിവസങ്ങളിലേക്ക് അങ്ങ് മനസ്സകന്നു പോകാം. 3, ഒരു ആത്മീയ ചേർച്ച വേണം. കുർബാന, കുമ്പസാരം, സന്ധ്യാപ്രാർത്ഥന, ഇത് 2 മുഖങ്ങൾ പാടില്ല, ഒരുമിച്ച് നിൽക്കണം. അവിടെയാണ് ചേർന്ന ഇണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരിക. എല്ലാ തരങ്ങളും. ചിലർ പ്രത്യക്ഷത്തിൽ ചേർന്ന ഇണയാണ്,
പള്ളി കഴിഞ്ഞ് പോകുന്ന കണ്ടത് ഒന്നാണ് ഗബ്രിയേൽ മാലാഖയുടെ പെങ്ങളും. വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് ലൂസിഫറും ബെൽസബൂലിൻ്റെ മൂത്ത പുത്രിയും നമ്മൾ കാണുന്ന പോലല്ല. അപ്പോൾ അവിടെ ഇണയാകാൻ എവിടെയെല്ലാം നമുക്ക് കുറവുണ്ടോ ആ ഇണയായി മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇണയായി മാറാനായിട്ട് പുരുഷനോടും സ്ത്രീയോടും പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സ്ത്രീയോട് എങ്ങനെ ഇണയായിട്ട് മാറാം, ഒരു ഭാര്യ എങ്ങനെ ഇണയായിട്ട് മാറും, എങ്ങനെ തുണയായിട്ട് മാറുമെന്ന് എഫേസ്യസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പം ഇണ എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇണ. കാരണം ആദ്യം പുരുഷനാണല്ലോ സൃഷ്ടിയില്ലേ, രണ്ടാമതാണല്ലോ സ്ത്രീ. അപ്പോൾ ഇണയായിട്ടാണല്ലോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇണയെ കണ്ടപ്പോഴാണ് മറ്റവൻ ചിരിച്ചത്. ലോകത്ത് ഏതോ ഒരാണും ചിരിക്കുന്നത് ഇണയായ സ്ത്രീയെ കാണുമ്പോഴാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആണുങ്ങളെ വശീകരിക്കാൻ ഏറ്റവും നല്ല വഴി നന്നായിട്ട് ചിരിക്കുക എന്നുള്ളതാണ്. ചിരിച്ചോ അത് നല്ലൊരു ഇണയാണ്. അരിശം വന്നാൽ പോലും ഭർത്താവിൻ്റെ മകളുടെ മനസ്സ് പാടാതിരിക്കാൻ. അവിടെയാണ് ഒരു നല്ല ഭാര്യയെക്കുറിച്ച് പറയാറുണ്ട്, അവളുടെ 5 യോഗ്യതകളെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഇണയായിരിക്കുന്ന ഒരു ഭാര്യയുടെ 5 ക്വാളിറ്റികളെക്കുറിച്ച് പറയാറുണ്ട്. ഒന്നാമത് പറയുന്നത് അവൾ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ വൃത്തിയായി ചെയ്യുന്നവൾ. പഴയ കാലത്തിലാണിത്, ബൈബിൾ സുഭാഷിതം എഴുതുമ്പോഴാണ്, എങ്കിലും സത്യമാണ്. ഇന്നും ഒരു നല്ല സ്ത്രീ സമയത്ത് എഴുന്നേൽക്കുന്നവളും എന്ത് പരിപാടി കൃത്യമായിട്ട് ചെയ്യുന്നവളാണ്. അപ്പം വീട്ടിലെ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഭർത്താവിന് ഒരു ബലം കിട്ടുക, ഇവളെ വിശ്വസിക്കാൻ കൊള്ളാം, ഇവിടെ എൻ്റെ മകളുടെയും ഭാവി ഭദ്രമാണ്, നമ്മുടെ വീടിൻ്റെ സ്വത്ത് ഭദ്രമാണ്. അപ്പം ആ രീതിയിൽ പെരുമാറുമ്പോഴാണ് ഇണയായ ഒരു സ്ത്രീയായിട്ട് മാറുക. രണ്ടാമത് പറയും അവൾ രാത്രിയിലും അവളുടെ വിളക്കണയുകയില്ല, രാത്രിയിലും വിളക്കണയുകയില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവും മക്കളും ഉറങ്ങിക്കഴിഞ്ഞാലും അല്പം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഇണ ഭർത്താവിനും മക്കൾക്കും അത്രയും പ്രാർത്ഥനാരും വേണമെന്നില്ല, പക്ഷെ അവർ ഉറങ്ങിക്കഴിഞ്ഞാലും അല്പം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മ. അതാണ് രാത്രിയിലുള്ള വിളക്ക് അണയുന്നില്ല. അപ്പം വീട് ചുറ്റിയായിട്ട് നോക്കുന്നു. അപ്പം ഇന്ന് എല്ലാം തുല്യമാണ്, ആണുങ്ങളും കൂടിയാണ് നോക്കുക. പക്ഷേ ക്വാളിറ്റി ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത് അല്പം കൂടി അവൾ പ്രാർത്ഥിക്കുന്നവളായിരിക്കും. മൂന്നാമത് പറയുന്ന ഒരു പ്രത്യേകത, ഒരു നല്ല ജീവിത പങ്കാളി ഭർത്താവിനെ സ്വാധീനിക്കുന്നത് ഉള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവളുമായി പങ്കുവെക്കുന്നവൾ. ഉള്ളതിൻ്റെ ഓഹരി അപ്പോൾ ഇണയായ അവൾ പങ്കുവെക്കുമ്പോൾ ഇവനും തോന്നും ഈ പങ്കുവയ്ക്കൽ ആവശ്യമാണ്, നമ്മൾ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. ആ പാഠം ഇവിളിൽ നിന്ന് കെട്ടിയവൻ പഠിക്കുകയാണ്. നാലാമത് പറയും സ്വന്തം കൈകൊണ്ട് തോട്ടം നട്ടുപിടിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്, ടെറസോളോ 2 ചട്ടിക്കകത്ത് തക്കാളിയോ വെണ്ടയോ പയറോ ഒക്കെ വെച്ചിട്ട് കൂടെ നിന്നങ്ങ് പണിയുക. ഒന്ന് നോക്കുക, ഓഫീസ് ജോലിക്കാരിയായിരിക്കും, വലിയ ശമ്പളവും കാണും, എങ്കിലും ആ രീതിയിലുള്ള കൊച്ചു കൊച്ചു പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്വന്തം കൈകൊണ്ട് തോട്ടം നട്ടുപിടിപ്പിക്കുന്നവൾ, അലയാൻ ബുദ്ധിമുട്ടില്ല. അഞ്ചാമത് പറയും അവളുടെ വായിൽ നിന്ന് നല്ല വാക്കേ പുറത്ത് വരും. ഒരിക്കലും ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ച്, പെങ്ങളെക്കുറിച്ച്, സഹോദരന്മാരെക്കുറിച്ച് ഒരു കുറ്റവും പറയല, വീട്ടുകാരെക്കുറിച്ചും പറയല. ഒത്തിരി നല്ലതൊന്നുമല്ല, മോശമെന്നറിയാം, എന്നാലും മൗനം പാലിക്കും. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് തക്കതായ ഒരു ഇണയായിട്ട് ഭാര്യ ചേർന്ന് പോവുക. കാരണം അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്നാ? അസ്ഥി തുറന്നിരുന്നാൽ മരത്തേൽ, കല്ലേൽ, കയ്യാലേൽ, മതിൽ മുട്ടിപ്പൊട്ടും. പൊട്ടാതിരിക്കണമെങ്കിൽ അതിനെ മാംസം കൊണ്ട് പൊതിയണം. മാംസവും ചുമ്മാ എന്നാൽ തളതളാന്ന് കിടക്കും. ബലം കിട്ടണോ അസ്ഥി ഓടണം. ഭർത്താവ് ഇങ്ങനെ എല്ലുപോലെ തട്ടി മുട്ടി തെറി കള്ള് ബഹളം വെച്ച് കിടക്കുമ്പം പൊതിയാൻ ഒരു ഭാര്യ വേണം, പൊതിയാൻ ഒരു ഭാര്യ. അങ്ങനെ പൊതിയുമ്പോഴാണ് തക്കതായ ഒരു ചേർന്ന ഇണയായിട്ട് മാറുക. അതുപോലെ ഭാര്യ വല്ലാതെ തളരുമ്പോൾ ബലം കൊടുത്ത് ധൈര്യമായിട്ടിരിക്കടി, ഞാൻ എന്നെ ഉള്ളത്, അവിടെ ഭർത്താവ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇണ എന്നുള്ള ദൈവത്തിൻ്റെ സങ്കല്പമാണ് പൂർത്തിയാകുക. അതുകൊണ്ടാണ് അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ വാക്കെന്താ? എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. എന്നിട്ട് പറഞ്ഞു നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. അപ്പം അതാണ് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഇണ സംവിധാനം എന്ന് പറയുക. അപ്പം അങ്ങനെയൊരു ചേർന്ന ഇണയായിട്ട് ജീവിച്ച് പോകാനായിട്ടുള്ള ഒരു, അതുകൊണ്ടാണ് വിവാഹ ജീവിതം ഒരു കലയാണ്. മാരീഡ് ലൈഫ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയുക. കല, കൊണ്ടും കൊടുത്തും ഒക്കെ പറഞ്ഞ് കടന്നു പോകുന്ന ഒരു കലയായിട്ട് ദാമ്പത്യത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഇവിടെയാണ് ചേർന്ന ഇണം. 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ എപ്പിസോഡ് ഏതാണ്ട് തീരാനുള്ള സമയമായി.
ഞാൻ ഓർക്കുവാണ് എനിക്കൊക്കെ പോലും ഒരു സെൽഫ് ഇവാലുവേഷനാണ്, ഒരു ധ്യാനം കൂടുന്ന എഫക്റ്റാണ് കേട്ടോ. വെച്ചാൽ ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആ 5 കാര്യങ്ങൾ എനിക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ. ഇങ്ങനെ ചിലതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും, ചിലതൊക്കെ നമുക്കുണ്ട്, ചിലതൊക്കെ നമുക്കിനി ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തായാലും ചില കാര്യമുണ്ടല്ലോ, ചില കാര്യം നമ്മൾ ചില കാണുമ്പോൾ ഓർക്കും. ഞാനിങ്ങനെ ധ്യാനിപ്പിച്ച് ഓടി നടക്കുമ്പോഴും ചില സീനിയർ വൈദികരുടെ വിശദമായ ചില ജീവിതം കാണുമ്പോൾ എനിക്കില്ലാത്ത ചില അവരിലുണ്ടല്ലോ എന്നൊരു ചിന്ത വരുന്നത് കാണുമ്പോൾ. അതുപോലെ ഒരു പക്ഷേ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ജീവിതം ഓർക്കുമ്പം ചില നമ്മൾ കാണും. ചിലപ്പോൾ നല്ല എൽഡർലി കപ്പിൾസിൻ്റെ ലൈഫ് കാണുമ്പം നമുക്ക് തോന്നും, എടാ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്ന വിധത്തിൽ അവരൊക്കെ ജീവിക്കുമ്പം നമുക്കും തോന്നും അല്പം കൂടെ ഞാൻ ചേരാനുണ്ട്. ചേർന്ന് ഇണയാന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഒരു ചെരിവിക്കേട് ഞാൻ മൂലം വരുത്തിയിട്ടുണ്ട് എന്നൊരു ചിന്ത. അപ്പം അങ്ങനെ വരുമ്പം ഒരു വാക്ക് പറയുന്ന മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കും. ഇപ്പം സാവധാനം, അതുമ്പോൾ സുപ്രഭാതത്തിലല്ല, സാവധാനം അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് ഫോം ചെയ്യപ്പെട്ട് വരും. വർത്തമാനങ്ങളിൽ, ഇടപെടലുകളിൽ ചുമ്മാ പറയുന്ന കമൻറ്റ്, ബ്ലൈൻഡ് കമൻറ്റുകളൊന്നും പിന്നെ പറയുകയില്ല, ചേർന്ന് ഇണം. അപ്പം ഭർത്താവിന് അവനിൽ അപകർഷതാബോധം വളർത്തുന്ന ഒന്നും പറയല, ഭാര്യയിൽ അപകർഷതാബോധം വരുന്ന ഒന്നും ഭർത്താവ് പറയല, ചേർന്നേണ്. അല്ല കെട്ടിയവനോട് തൻ്റെ പല്ലെന്നാ പൊങ്ങി നിൽക്കുന്നു, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാൻ ചില്ല് പോലും പൊട്ടിപ്പോകുമല്ലോ. പിന്നെ അവനെപ്പോഴും നാക്കോട് പല്ലെ തള്ളിക്കൊണ്ടിരിക്കും. കാരണം എൻ്റെ ഒരു വാക്കാണ്. അപ്പം അങ്ങനെ ഒരു വാക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക. എല്ലാത്തിലും ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ, ഒരു വശം 1 രൂപ തൊട്ട് മറുവശം അശോകസ്തംഭം. ഇതുപോലെ ഭർത്താവും ഭാര്യ ഒരു നാണയത്തിൻ്റെ 2 വശം. അതിന് വലിയ അപകടം 2 വശം ഉണ്ടെങ്കിൽ തമ്മിൽ ഒരിക്കലും നോക്കുകയില്ല നാണയം. നമ്മൾ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഒരാളുടെ കുറവ് മറ്റേ ആൾ പരിഹരിക്കുന്ന പോലെ ജീവിച്ചു പോകാന്നുള്ളത്. ഏതായാലും നമ്മൾ 3 കാര്യങ്ങളെ പറയാൻ സാധിച്ചുള്ളൂ, ഇനി 4 കൂടെ കിടപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എപ്പിസോഡ് തുടരേണ്ടി വരും. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക്